Dear students, welcome to Harvest Online. 2021 NEET എക്സാമിനേഷൻ്റെ സൊല്യൂഷനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസും ഉൾപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ബയോളജിയുടെ ഭാഗത്തു നിന്ന് ഈ എക്സാമിനേഷന് ഉണ്ടായിരുന്നത്. എല്ലാ പ്രാവശ്യവും നിങ്ങളടുത്ത് ഷെയർ ചെയ്തതുപോലെ തന്നെ NCERT പ്രിപ്പയർ ചെയ്തിട്ട് പോയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം നൽകുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അല്പം വകഭേദങ്ങളോടെയാണല്ലോ എക്സാം നടന്നത്, പ്രത്യേകിച്ചും ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറിൻ്റെ എണ്ണം കൂടിയത്. ആ അർത്ഥത്തിൽ ആ ഭാഗത്ത് മാത്രം ബയോളജിയുടെ കേസിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയതൊഴിച്ചാൽ മറ്റെല്ലാ അർത്ഥത്തിലും NCERT ടെക്സ്റ്റ് ബുക്ക് പഠിച്ച ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ബയോളജിയുടേത്. സിമ്പിൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ അപ്പുറം കുറച്ച് ലെവൽസ് കൂടിയ ക്വസ്റ്റ്യൻസും ഒപ്പം തന്നെ ഹൈ ഓർഡർ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് അർഹിച്ച റിസൾട്ട് അത് ഈ എക്സാമിലൂടെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് കിടക്കാം. ഹാർവസ്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത ബോട്ടണി ക്ലാസ്സസിൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ സുവോളജിയുടെ ചില ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ആ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ, ബോട്ടണിയുടെയും സുവോളജിയുടെയും ഭാഗത്ത് ക്വസ്റ്റ്യൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാപ്റ്ററുകൾ പരസ്പരം മാറിയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചില ക്വസ്റ്റ്യൻസ് സുവോളജിയിലെ ചില ക്വസ്റ്റ്യൻസ് ബോട്ടണിയുടെ ക്ലാസ് ഡിസ്കഷൻ്റെ കൂടെ അതിൻ്റെ ഡിസ്കഷൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഇപ്പോൾ കിടക്കുന്നില്ല. ഞാൻ ചില ക്വസ്റ്റ്യൻ നമ്പേഴ്സുകൾ പറയാം, അതായിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടാവുക. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വേർഷൻ N5 ആണ്. ഓക്കെ, N5 എന്ന വേർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 137. DNA fingerprinting involves identifying differences in some specific regions in DNA sequence called as. നമ്മൾ സാധാരണ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, DNA ഫിംഗർ പ്രിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, NCERTയിലെ അതേ ലൈൻ തന്നെ ക്യാച്ച് ചെയ്തുകൊണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണത്. അത് കൃത്യമായിട്ട് NCERTയിലെ ആ ലൈന് കൃത്യമായിട്ട് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ആ ഭാഗത്ത് റിപ്പീറ്റേറ്റീവ് DNA ബോൾഡ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് NCERT കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത ഒരാൾക്ക് അതിന് ആൻസേഴ്സ് കൃത്യമായിട്ട് കിട്ടും. DNA ഫിംഗർ പ്രിൻറ്റിങ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈങ് differences in some specific regions in DNA sequence called as repetitive DNA, single nucleotides, polymorphic DNA, satellite DNA. The option is option 1. Question number 137, option 1. Repetitive DNA ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നോക്കൂ, സെക്ഷൻ എയിൽ 152ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 152. ക്വസ്റ്റ്യൻ നമ്പർ 152. നോക്കിയേ മക്കളെ, what is the only enzyme that has capability to catalyze initiation, elongation and termination in the process of transcription in prokaryote? Again, molecular basis of ഇൻഹെറിറ്റൻസ്. നോക്കൂ, ജനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന ആ ഏരിയക്ക്, അതോടൊപ്പം തന്നെ ബയോടെക്നോളജിക്ക് അർഹമായൊരു പരിഗണന കൊടുത്തുകൊണ്ടാണ് ഈ വർഷത്തെ നീറ്റ് കടന്നുപോയെന്ന് നമുക്ക് മനസ്സിലാക്കാം. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് ചോദിച്ച സെക്കൻഡ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, NCERTയിലെ ആ ലൈനുകൾ തന്നെയുള്ള വന്ന ക്വസ്റ്റ്യൻ, പ്രോകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ഓൺലി എൻസൈം that has capability to catalyze initiation, elongation and termination in the process of transcription in prokaryotes. Okay, അവിടെ ഓപ്ഷൻ വന്നിരിക്കുന്നത് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്, DNA ലിഗേസ്, DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്. സിമ്പിൾ NCERTയിൽ ഉണ്ടത് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്. സോ 152 ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 153ലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 153ലേക്ക് കടക്കാം. എരിത്രോപോയേറ്റിൻ ഹോർമോൺ
which stimulates RBC formation is produced by. Erythropoietin hormone which stimulates RBC formation is produced by the cells of rostral adenohypophysis, the cells of bone marrow, juxtaglomerular cells of kidney, alpha cells of pancreas. The question is from the chapter കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ, ഹ്യൂമൻ ഫിസിയോളജിയിലെ അവസാനത്തെ ചാപ്റ്റർ. അതിൽ അതർ ഹോർമോൺസ്, നോൺ എൻഡോക്രൈൻ ടിഷ്യൂസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹോർമോൺസിനെ കുറിച്ച് പറയുമ്പോൾ ഹാർട്ട് കഴിഞ്ഞതിന് ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹാർട്ടിൻ്റെ ANF-നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് ഓഫ് കിഡ്നി ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് എരിത്രോപോയേറ്റിൻ. ഓക്കെ, അത് എരിത്രോപോയേസിസിനെ സഹായിക്കുന്നു, ഫോർമേഷൻ ഓഫ് RBCക്ക് സഹായിക്കുന്നു. സോ ഡെഫിനറ്റ്ലി ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 155. ക്വസ്റ്റ്യൻ നമ്പർ 155. Which enzyme is responsible for the conversion of inactive fibrinogens to fibrin? Simple question. Which enzyme is responsible for the conversion of inactive fibrinogens to fibrin? That means നമ്മൾ താഴ്ന്ന ക്ലാസ്സിലെ പഠിച്ച 10th പഠിച്ച് പരിചയമുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന ചാപ്റ്റർ കൃത്യമായിട്ട് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന ടോപ്പിക്കിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വിച്ച് എൻസൈം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കൺവേർഷൻ ഓഫ് ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ? റെനിൻ, എപ്പിനെഫ്രിൻ, ത്രോംബോകൈനേസ്, ത്രോംബിൻ. ഓക്കെ, അവിടെ ആൻസർ ത്രോംബിനാണ്. NCERT കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ത്രോംബിൻ ഒരു എൻസൈമാണ്, അത് ഇനാക്റ്റീവായ ഫൈബ്രിനോജനെ ആക്റ്റീവായ ഫൈബ്രിനാക്കി മാറ്റുന്നു. സോ ഓപ്ഷൻ ഈസ് വാട്ട്? 4 ആണ് ഓപ്ഷൻ. Okay, question number 156. Again the question from body fluids and circulation, from the simple topic blood group. Persons with the AB blood group are called as universal recipients. This is due to persons with the AB blood group are called as universal recipients. This is due to. Okay, AB group എന്ന് പറയുമ്പോൾ എബിയോ ബ്ലഡ് ഗ്രൂപ്പിംഗിൽ AB ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആൻറ്റിജൻ A ഉണ്ട്, ആൻറ്റിജൻ B ഉണ്ട്, ഓൺ RBC, ദെൻ പ്ലാസ്മയിൽ ആൻറ്റിബോഡീസ് ഇല്ല. ഓക്കെ, ആൻറ്റിബോഡീസ് ഇല്ല. അപ്പോൾ ആ ഓപ്ഷനാണ് നിങ്ങൾ നോക്കേണ്ടത്. ആ ബോക്സിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാം. ആബ്സെൻസ് ഓഫ് ആൻറ്റിബോഡീസ്, ആൻറ്റി A ആൻഡ് ആൻറ്റി B ഇൻ പ്ലാസ്മ. ആബ്സെൻസ് ഓഫ് ആൻറ്റിബോഡീസ്, ആൻറ്റി A ആൻഡ് ആൻറ്റി B ഇൻ പ്ലാസ്മ. താഴ്ന്ന ക്ലാസ്സിലെ നിങ്ങൾ പഠിച്ചു വരുന്ന ഒരു കൺസെപ്റ്റാണ്. നിങ്ങൾ ഒരിക്കലും ആ ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ്. 156. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 157. ക്വസ്റ്റ്യൻ നമ്പർ 157. ഐഡന്റിഫൈ ദി ഇൻകറക്റ്റ് പെയർ. ഐഡന്റിഫൈ ദി ഇൻകറക്റ്റ് പെയർ. ടോക്സിൻ, ആബ്രിൻ, ലെക്റ്റിൻസ്, കോൺകനാവാലിൻ A, ഡ്രഗ്സ്, റിസിൻ, ആൽക്കലോയിഡ്സ്, കൊഡൈൻ. ആൽക്കലോയിഡ്സ്, കൊഡൈൻ. ദിസ് ഈസ് ഫ്രം ദ ചാപ്റ്റർ ബയോമോളിക്യൂൾ. നിങ്ങൾ ഒരുപാട് സ്ട്രെസ് എടുത്തിട്ട് പഠിച്ച ആ ചാപ്റ്ററിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഒരു ക്വസ്റ്റ്യൻ കൂടി ആ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും കൂടി ആ ഭാഗത്ത് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ബോക്സിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിരുന്നു. ആ ബോക്സ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഈ പ്രാവശ്യത്തെ നീറ്റിന് ആ ബോക്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് 2 ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ടോക്സിൻസ്, ആബ്രിന്, റിസിന്, ദെൻ ലെക്റ്റിൻസ്, കോൺകനാവാലിൻ A, ഡ്രഗ്സ്, വിൻബ്ലാസ്റ്റിൻ ആൻഡ് കുർക്കുമിനാണ്. ഓക്കെ, വിൻബ്ലാസ്റ്റിൻ ആണ്. ഓക്കെ, അപ്പോൾ ഡ്രഗ്സിൻ്റെ കേസിൽ ഒരിക്കലും ആര് വരുന്നില്ല? റിസിൻ വരുന്നില്ല. ആൽക്കലോയിഡ്സ്, മോർഫിനും കൊഡൈനുമാണ്. അതുകൊണ്ട് നമുക്ക് ഏത് ആൻസർ കൊടുക്കാം മക്കളെ? ഓപ്ഷൻ 3 ആണ് അതിൻ്റെ ആൻസർ. ഇൻകറക്റ്റ് പെയർ അല്ലടാ. അപ്പോൾ ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ, ഇനി 150 ക്വസ്റ്റ്യൻ നമ്പർ 158. ക്വസ്റ്റ്യൻ നമ്പർ 158 ശ്രദ്ധിച്ചോളൂ മക്കള്. ക്വസ്റ്റ്യൻ നമ്പർ 158. Which of the following characteristics is incorrect with respect to cockroach? From the chapter structural organization in animals. Which of the following characteristics is incorrect? Incorrect ആണ്. ഹൈപ്പോഫാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കോക്രോച്ചിന്റെ ടങ് ആണ്. ലൈസ് within the cavity enclosed by the mouth parts. NCERT same statement. Within the cavity enclosed by the mouth parts. Labrum, labium,
two mandibles, two maxilla, centralite a median lobe which serve as the tongue. അതാണ് എന്ത് ഹൈപ്പോഫാരിങ്സ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഇൻ ഫീമെയിൽ കോക്രോച്ച് 7th to 9th സ്റ്റേർണ ടുഗദർ ഫോം ജനൈറ്റൽ പൗച്ച്. NCERT അങ്ങനെയല്ല പറഞ്ഞത്, എന്നാലും ആ ഭാഗത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. പക്ഷേ NCERT ലൈൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ്. ഇൻ ഫീമെയിൽസ് 7th sternum ഈസ് ബോട്ട് ഷേപ്ഡ് together with the 8th and 9th sterna to form a brood pouch or genital pouch. ഓക്കെ, അങ്ങനെയാണ് ആ ഏരിയ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതും കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. തേർഡ് ഓപ്ഷൻ നോക്കൂ നിങ്ങൾ. 10th abdominal segment in both the sexes bears a pair of anal cerci. അത് സെൻസ് ഓർഗൻ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് രണ്ട് സെക്സിലും 10th സെഗ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് കാണുന്നുണ്ട്. ഇനി നാലാമത്തെ ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം. എ റിംഗ് ഓഫ് gastric CK or hepatic CK is present at the junction of midgut and hindgut. മിഡ്ഗട്ടും ഹിൻഗട്ടും ആണോ അതോ ഫോർഗട്ട് ആൻഡ് മിഡ്ഗട്ട് ആണോ? ഫോർഗട്ട് ആൻഡ് മിഡ്ഗട്ട് ആണോ? ഫോർഗട്ട് ആൻഡ് മിഡ്ഗട്ടിലല്ല മക്കളെ ഹെപ്പാറ്റിക് CK വരുന്നത്. മിഡ്ഗട്ട് ആൻഡ് ഹിൻഗട്ടിൽ വരുന്നത് മാൽപീജിയൻ ട്യൂബിൾസ് അല്ലേ? 150 യെല്ലോ കളേർഡ് തിൻ ഫിലമെന്റസ് മാൽപീജിയൻ ട്യൂബിൾസ് അല്ലേ ആ ഭാഗത്ത് വരുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 158 ഓപ്ഷൻ 4 ആണ് വരുന്നത് എന്ന് മക്കൾ മനസ്സിലാക്കിയെടുക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 159ലേക്ക് നമുക്ക് എടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 159. The partial pressure in mmHg of oxygen PO2, partial pressure of oxygen and carbon dioxide CO2 PCO2 at alveoli, the site of diffusion are. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നോക്കൂ. അതാ NCERT ആ പാർഷ്യൽ പ്രഷറിന്റെ ആ ബോക്സുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. അതല്ല എങ്കിൽ തൊട്ടടുത്ത പേജിൽ പറഞ്ഞ ആ ഡയഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് carbon dioxide at alveoli. Okay, 104 40. അതല്ലേ ആൻസർ? 115 ആണ്, 104 95 40 then 45 ആ രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കൃത്യമായിട്ട് NCERT 159 ഓക്കെ 104 40 95 40. കാർബൺ ഡയോക്സൈഡ് കേസിലാണെങ്കിൽ ടിഷ്യൂസിൽ നിന്ന് ആൽവിയോളയിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ 45 40 45 40.3 ആണ് വരിക. അപ്പോൾ നമ്മൾ ആൽവിയോളയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ 104ഉം അതുപോലെ തന്നെ 40യുമാണ് വരിക. സോ PO2 is 104 mmHg and PCO2 is what? 40 mmHg. The answer is what? Option 4. 160. Question number 160. Match list 1 with the list 2. Match list 1 with the list 2. List 1 metamerism, canal system, comb plate, nidoblast. List 2 Coelenterata, Ctenophora, Annelida, Porifera. ഓക്കെ, അതായത് ആനിമൽ കിങ്ഡത്തിൽ നമ്മൾ കേട്ട് പരിചയമായ കുറേ വേർഡുകൾ നോക്കൂ. മെറ്റാമറിസം നമുക്ക് എങ്ങോട്ട് കണക്ട് ചെയ്യാം? മെറ്റാമറിസം ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് അന്നലിഡ. ദാറ്റ്സ് വൈ ഓപ്ഷൻ എന് നമുക്ക് 3ലേക്ക് കണക്ട് ചെയ്യാം. സോ A 3യുമായിട്ട് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. ഇനി കനാൽ സിസ്റ്റം ഇസ് ദി പ്രോപ്പർട്ടി ഓഫ് പോറിഫറ. നാലാണ് കേട്ടോ, 4ആണ്. കോംബ് പ്ലേറ്റ് ടീനോഫോറ ലോക്കോമോഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. 2 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾസ് ഓർ നിമാറ്റോസിസ്റ്റ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ദി ടെൻറ്റക്കിൾസ് ആൻഡ് ത്രൂ ഔട്ട് ദ ബോഡി ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിഫെൻസ്, capture prey and anchorage. So A3 B4 C2 D1 എന്ന അർത്ഥത്തിൽ വരുന്ന ഓപ്ഷൻ 2 ആണ്. Then 161. Okay, question number 161. Select the favorable condition required for the formation of oxyhemoglobin at alveoli. നോക്കൂ, ഹ്യൂമൻ ഫിസിയോളജിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫ്രം ദ ചാപ്റ്റർ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. Select the favorable condition required for the formation of oxyhemoglobin at alveoli. Okay. സ്വാഭാവികമായിട്ടും നമുക്കത് മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് ആ ഗ്രാഫിൽ പറയുന്നുണ്ട്. X ആക്സിസിൽ PO2,
Y ആക്സിസിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ സിഗ്മോയിഡ് കർവ്. ഞാൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൽ ഹൈ സാച്ചുറേഷന് അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിനെ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ആയിട്ട് പറഞ്ഞത് ഹൈ PO2, ലോ PCO2, ലോ ടെമ്പറേച്ചർ, ലോ H+ കോൺസെൻട്രേഷൻ എന്നാണ്. ഏതാ മക്കളെ? ഹൈ PO2, ലോ PCO2, ലോ ടെമ്പറേച്ചർ, ലോ H+ കോൺസെൻട്രേഷൻ എന്നുള്ളതാണ്. നോക്കൂ, ഫേവറബിൾ കണ്ടീഷൻ റിക്വയർഡ് ഫോർ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. സോ ഡെഫിനറ്റ്ലി ഹൈ PO2, ലോ PCO2, ലെസ് H+ and lower temperature. That's why option 4 is correct. Option 4 is correct. Question number 164. Question number 164. Receptors for sperm binding in mammalia are present on. ഒരു പക്ഷെ ഒന്ന് നിങ്ങൾ കൺഫ്യൂഷൻ ആയി കിട്ടുന്നുണ്ടാവും ആ ക്വസ്റ്റ്യനിൽ. NCERT ഡയറക്റ്റ് ആയിട്ടല്ല വന്നത്, പക്ഷെ എന്നാൽ NCERT ആ ലൈന് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ എ sperm comes in contact with the zona pellucida. During fertilization, a sperm comes in contact with the zona pellucida. അപ്പോൾ zona pellucidയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ റിസപ്റ്റേഴ്സ് കാണുന്നത്, zona pellucidയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പ്രോട്ടീൻസ് കാണുന്നത്. ദാറ്റ്സ് വൈ ദ ഓപ്ഷൻ ഈസ് വാട്ട്? 3. ഓപ്ഷൻ 3 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 165ാമത്തെ ക്വസ്റ്റ്യൻ. 165ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ക്രോസ് ബിറ്റ്വീൻ എ മെയിൽ ആൻഡ് ഫീമെയിൽ, both heterozygous for sickle cell anemia gene. നോക്കൂ, P1 ആരാ? parent 1. ഓക്കെ, parent 1 both are heterozygous എന്നല്ലേ പറഞ്ഞത്? അപ്പൊ കാരിയർ അല്ലേ? HbA HbS. P2 ആരാ? parent 2, whatever it may be, male or female. ഓക്കെ, HbA HbS നിങ്ങൾ ചെയ്തതായിരിക്കും. ഓക്കെ, നിങ്ങൾ ബോർഡ് എക്സാം ലെവലിൽ തന്നെ പഠിച്ചപ്പോൾ അത് പ്രിപ്പയർ ചെയ്തതായിരിക്കും. ഇനി ഇതിൻ്റെ ഗമേറ്റ് ഫോർമേഷൻ നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ ഗമേറ്റ് ഫോർമേഷൻ കൊടുക്കുമ്പോൾ HbA then HbS, here also HbA HbS HbS. then ഇതിൻ്റെ കോമ്പിനേഷൻസ്, ഇതിൻ്റെ സൈഗോട്ട്സ് ഔട്ട്പുട്ട് ഫോംസ് നമ്മൾ എഴുതുമ്പോൾ HbA ഹോമോസൈഗസ് ഡോമിനൻറ്റ് നോർമൽ, HbA HbS heterozygous dominant carrier, HbA HbS heterozygous dominant carrier, then HbS HbS, that is recessive. അപ്പോൾ ക്വസ്റ്റൻ എന്താ മക്കളെ? വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ പ്രോജനി വിൽ ബി ഡിസീസ്ഡ്? വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ പ്രോജനി വിൽ ബി ഡിസീസ്ഡ്? കാരണം നിങ്ങൾക്കറിയാം, സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. ദാറ്റ്സ് വൈ HbS that is homozygous recessive. So definitely it is what? 25%. 25%. Option is what? 2. So question number 165, the answer is 2. Answer is 2 on. Okay. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 166ലേക്ക് അടുക്കാം മക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 166. All of you please listen. Question number 166. Chronic autoimmune disorder affecting neuromuscular junction leading to fatigue, weakening and paralysis of skeletal muscle is called. നോക്കൂ, നല്ലൊരു ക്വസ്റ്റ്യൻ. ഏതാ ചാപ്റ്റർ? ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻ. മാത്രമല്ല, നിങ്ങൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി പഠിക്കുന്ന ഭാഗത്ത്, ഓട്ടോ ഇമ്മ്യൂണോ ഡിസോർഡർ പഠിക്കുന്ന ഭാഗത്ത് ഈ ഭാഗം കൂടി കണക്ട് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഏതാ? മയാസ്തീനിയ ഗ്രാവിസ് is an autoimmune disorder affecting neuromuscular junction, weakening, paralysis, fatigue to skeletal muscles. Clear alle? Okay, autoimmune disorder affecting neuromuscular junction, weakening, paralysis, fatigue towards skeletal muscles. Okay, അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ആൻസർ ചെയ്താൽ വരെ മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 166 ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 166 ഓപ്ഷൻ 2. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 167ലേക്ക് പോകാം. 167 വെനറൽ ഡിസീസസ്.
നോക്കൂ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാതെ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാതെ വെനറൽ ഡിസീസസ് എന്നാണ് പറഞ്ഞത്. ഒരു പക്ഷെ ഒന്നും നിങ്ങളൊന്ന് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകും ആ ഭാഗത്ത്. ഓക്കെ, എന്നാലും NCERT കൃത്യമായിട്ട് വായിച്ച ഒരാൾക്ക് ക്യാച്ച് ചെയ്യാവുന്നത് അതുണ്ടായിരുന്നുള്ളൂ. വെനറൽ ഡിസീസസ്, VD ക്യാൻ സ്പ്രെഡ് ത്രൂ. VD എന്ന് പറയുമ്പോൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. അതിൽ എയ്ഡ്സ് വരുന്നുണ്ട്, ഹെപ്പറ്റൈറ്റിസ് വരുന്നുണ്ട്. ആ ലെവലിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ അതിനെ പഠിക്കാൻ. അങ്ങനെ പഠിക്കുമ്പോൾ യൂസിങ് സ്റ്റെറൈൽ നീഡിൽസ്, ട്രാൻസ്മിഷൻ ഓഫ് ബ്ലഡ് ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺ, ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്, കിസ്സിങ്, ഇൻഹെറിറ്റൻസ്. ഈ ഓപ്ഷനിൽ നിന്ന് കറക്റ്റായ ഓപ്ഷൻ B and C ആണെന്ന് മനസ്സിലാക്കാം. ട്രാൻസ്മിഷൻ ഓഫ് ബ്ലഡ് ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺ, ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്. അതാണ് ഞാൻ പറഞ്ഞത്. ഹെൽത്ത് ആൻഡ് ഡിസീസസിലെ ഈ എയ്ഡ്സ് എന്ന ടോപ്പിക് കൂടി ആ ഭാഗത്തേക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ടായിരുന്നു. സോ 2 ആണ് ഇതിൻ്റെ ആൻസർ. സോ 167, 2 ഈസ് വാട്ട് ദി ആൻസർ. 2 ആണ് ഇതിൻ്റെ ആൻസർ. നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 168. മാച്ച് ദ ഫോളോയിങ്. ലിസ്റ്റ് 1 ഫൈസാലിയ, ലിമുലസ്, അൻസിലോസ്റ്റോമ, പിങ്ടാഡ. നോക്കൂ, പേൾ ഓയിസ്റ്റർ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, ലിവിംഗ് ഫോസിൽ, ഹൂക്ക്വം. ഡയറക്റ്റ് NCERT, സിമ്പിൾ. അവിടെ എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് കൺഫ്യൂഷൻ ആക്കാമായിരുന്നു. പക്ഷെ അതിലേക്കൊന്നും പോയിട്ടില്ല. സിമ്പിളായിട്ട് നിങ്ങൾ പരിചയിച്ച, നിങ്ങൾ ബോർഡ് എക്സാം ലെവലിൽ പഠിച്ച സമയത്ത് തന്നെ പരിചയിച്ച കുറേ എക്സാമ്പിൾസ് അത് വെച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നോക്കൂ, ഫൈസാലിയ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, ഫ്രം ദി ഫൈലം സീലൻഡ്രേറ്റ. സോ എ എന്നത് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ 2 ആണ് കേട്ടോ. എ എന്നത് 2 ആണ്. ദെൻ ലിമുലസ്, കിങ് ക്രാബ്. ലിമുലസ്, കിങ് ക്രാബ് ഏതാ മക്കളെ? ലിവിംഗ് ഫോസിലാണ്. ഫൈലം ആർത്രോപോഡ. ഫൈലം ആർത്രോപോഡ 4ാമതായിട്ട് പറയുന്നു ലിമുലസ് ഓർ കിങ് ക്രാബ് എന്നുള്ളത്. ഓക്കെ, അൻസിലോസ്റ്റോമ. ഓക്കെ, അൻസിലോസ്റ്റോമ എന്ന് പറയുന്നത് ഹൂക്ക് വേമാണ്. അൻസിലോസ്റ്റോമ ഹൂക്ക് വേം. C എന്ന് പറയുന്നത് 4 ആണ് നമ്മൾ കൊടുക്കുന്നത്. പിങ്ടാഡ, പിങ്ടാഡ പേൾ ഓയിസ്റ്റർ ആണ്. 1 ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. പിങ്ടാഡ പേൾ ഓയിസ്റ്റർ 1 ആണ്. സോ A2, then B ലിവിംഗ് ഫോസല, അൻസിലോസ്റ്റോമ ഹൂക്ക് വേം ആണ്, പിങ്ടാഡ പേൾ ഓയിസ്റ്റർ. ആൻസർ ഈസ് വാട്ട്? 2 ആണ് ആൻസർ. ഓക്കെ, 2 ആണ് അതിൻ്റെ ആൻസർ. 168, 2. ഓക്കെ, ഇനി നമുക്ക് 170ലേക്ക് അടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 170 ക്വസ്റ്റ്യൻ നമ്പർ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സുവോളജി പാർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നുള്ളൂ. Which one of the following belongs to the family Mysidae? Simple question from the chapter Living World. ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്ററിനെയും പരിഗണിച്ചു. ടാക്സോണമിക്കൽ ഹൈറാർക്കിയുടെ ആ ബോക്സ് പരിഗണിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വന്നത്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ബിലോങ്സ് ടു ദി ഫാമിലി മിസ്ഡെ? ഹൗസ് ഫ്ലൈ, മസ്ക ഡൊമസ്റ്റിക്ക. ഓക്കെ, 3 ആണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 171. ക്വസ്റ്റ്യൻ നമ്പർ 171. Metagenesis is observed in helminthes. Read the following statements. Read the following statements. Option A. Metagenesis is observed in helminthes. Helminthes-ലാണോ metagenesis? Alternation of generation. Metagenesis. Polyp asexually produces medusa, whereas medusa sexually produces polyp. ഒബീലിയ കാണിക്കുന്നത് സീലൻഡ്രേറ്റയിലല്ലേ? അത് നിഡേറിയയിലല്ലേ കാണുന്നത്? ഹെൽമിന്തസിലല്ലോ. റോങ് ആണ് ഓപ്ഷൻ എ. ബിയിലേക്ക് നമുക്ക് പോവാം. എക്കിനോഡേംസ് ആർ ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് സീലോമേറ്റ് അനിമൽസ് ആണ്. എക്കിനോഡേമേറ്റ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. പ്ലാറ്റിക് ഹെൽമിന്തസ് ഓൺവേർഡ്സ് അങ്ങനെയാണ്. ദെൻ സീലോമേറ്റ് അനലിയുടെ മുതൽ അങ്ങോട്ട് സീലോമേറ്റ് ആണ് എല്ലാ ആളുകളും. അപ്പോൾ അത് കറക്റ്റാണ്. റൗണ്ട് വേംസ് ഹാവ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ. യെസ്, പോറിഫെറസ് സെല്ലുലാർ ലെവലാണ്. സീലൻഡ്രേറ്റ ടീനോഫോറ ടിഷ്യൂ ലെവലാണ്. പ്ലാറ്റിക് ഹെൽമിന്തസ് ഓർഗൻ ലെവലാണ്. അഷ്കെൽമിന്തസ് ഓൺവേർഡ്സ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. കോംബ്ലേഡ്സ് പ്രസന്റ് ഇൻ ടീനോഫോർസ് ഹെൽപ്പ് ഇൻ ഡൈജഷൻ ആണോ? അല്ലല്ലോ. കോംബ് പ്ലേറ്റ്സ് ടീനോഫോറ യൂസ് ചെയ്യുന്നത് അവയുടെ ലോക്കമോഷനെ അല്ലേ? വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കിനോഡേംസ്. എക്കിനോഡേമസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. കറക്റ്റ് ആൻസർ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എ റോങ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഡിയും റോങ് ആണെന്ന് പറഞ്ഞു. സോ BCE ആണ് വരിക. BCE ഓപ്ഷൻ 3 ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ 3 ആണ് വരുന്നത്. ഇനി 172ലേക്ക് നമുക്ക് കടക്കാം.
172ലേക്ക് നമുക്ക് കിടക്കാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 വാൾസ്, IUDs, വാസെക്ടമി, ട്യൂബെക്ടമി. ലിസ്റ്റ് 2 എൻട്രി ഓഫ് സ്പേം ത്രൂ സെർവിക്സ് ഈസ് ബ്ലോക്ക്ഡ്, റിമൂവൽ ഓഫ് വാസ് ഡിഫറൻസ്, ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം വിത്തിൻ ദ യൂട്രസ്, റിമൂവൽ ഓഫ് ഫലോപ്പിയൻ ട്യൂബ്. ഓക്കെ, വോൾട്ട്, സെർവിക്കൽ ക്യാപ്പ്, വോൾട്ട് ക്യാപ്പ് എല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. എൻട്രി ഓഫ് സ്പേം ത്രൂ സെർവിക്സ് ഈസ് ബ്ലോക്ക്ഡ്. IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, phagocytosis of sperm within the uterus. Okay, IUD. Vasectomy, removal of vas deferens. Tubectomy, removal of fallopian tube. ഓക്കെ, വാസെക്ടമി എന്ന് പറയുമ്പോൾ വാസ് ഡിഫറൻസ് കട്ട് ചെയ്തിട്ട് ഒരു പാർട്സ് റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം ടൈറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഫെലോപ്പിയൻ ട്യൂബിലാണ് ആ പ്രോസസ്സ് ചെയ്യുന്നത് എങ്കിൽ അതിനെ നമ്മൾ ട്യൂബെക്ടമി എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സർജിക്കൽ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട ബർത്ത് കൺട്രോളിൻ്റെ, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൻ്റെ സർജിക്കൽ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സോ ദാറ്റ്സ് വൈ A is what? A is 1. Then B, IUD, അത് increases phagocytosis of sperm within the uterus എന്നുള്ളത്. അത് ബീൻ്റെ കേസിൽ നമുക്കത് 3 കൊടുക്കാൻ പറ്റും, 3 ആണ്. ദെൻ വാസെക്ടമിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വാസെക്ടമി, റിമൂവൽ ഓഫ് വാസ് ഡിഫറൻസ്, 2 ആണ് അതിൻ്റെ ആൻസർ. ട്യൂബെക്ടമിയിലേക്ക് വരുമ്പോൾ റിമൂവൽ ഓഫ് ഫെലോപ്പിയൻ ട്യൂബ്, ഫെലോപ്പിയൻ ട്യൂബാണ് വരിക. സോ ദാറ്റ്സ് വൈ ആൻസർ ഈസ് വാട്ട്? 1. 172. 173. Which of the following RNA is not required for the synthesis of protein? Okay, which of the following RNA is not required for the synthesis of protein? Protein synthesisന് ആവശ്യമില്ലാത്ത RNA ഏതാണ് എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ കുറച്ചൊന്ന് കൺഫ്യൂഷൻ ആയിരിക്കും, പ്രത്യേകിച്ചും ആ siRNA കേസിൽ. ബോട്ടണിയിലെ ബയോടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ് സുവോളജിയിലെ മോളിക്കുലാർ ബേസിസിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് വന്നൊരു ക്വസ്റ്റ്യൻ. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളടുത്ത് നേരത്തെ പറയുകയുണ്ടായിരുന്നു, ബയോളജിയുടെ ഷൈനിങ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷനും പ്ലസ് ബയോടെക്നോളജിയുമാണ്. അവ തമ്മിലുള്ള കണക്ഷൻസ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിച്ച് ഓഫ് ദി ഫോളോയിങ് RNA ഈസ് നോട്ട് റിക്വയർഡ് ഫോർ സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ tRNAക്ക് റോളുണ്ട് ഇനീഷ്യേഷൻ പ്രോസസ്സിൽ. ദെൻ rRNA 23 sRNA പെപ്റ്റൈഡ് ബോണ്ടിൻ്റെ ഫോർമേഷനെ സഹായിക്കുന്നു. mRNAക്ക് ഡെഫിനറ്റ്ലി റോൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അവിടെ ഇൻ്റർഫറൻസിന് വേണ്ടിയിട്ട് വരുന്ന siRNAക്കാണ് റോൾ ഇല്ലാത്തത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ 173 ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ്. നോട്ട് റിക്വയർഡ് എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഓപ്ഷൻ 3 ഈസ് വാട്ട്? കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 174. Succus entericus is referred to as. Succus entericus is referred to as. Digestion and absorption, human physiology ആദ്യത്തെ ചാപ്റ്റർ, intestinal juice. It is the another name of intestinal juice. Option intestinal juice, gastric juice, chyme, pancreatic juice. ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും അത് കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാകും. ഓപ്ഷൻ 1 ആണ് അവിടെ വരുന്നത്. 175ലേക്ക് നമുക്ക് കിടക്കാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ആരാ? അസ്പാർജസ് നിഗോ, അസറ്റോബാക്ടർ അസറ്റി, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം, ലാക്ടോബാസിലസ്. ഓക്കെ, ലിസ്റ്റ് 2 അസറ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, ബ്യൂട്രിക് ആസിഡ്. നമ്മൾ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 20 മൈക്രോബ് പാടി പഠിച്ചതിൽ വന്ന ഒരു 6 മുതൽ 10 വരെ വന്ന ആ ഒരു മൈക്രോ ഓർഗാനിസംസ്, അവയുടെ എക്സ്ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഭാഗങ്ങൾ. ഓക്കെ, ആ എക്സാക്ട് കൃത്യമായിട്ട് ചോദിച്ച ഭാഗങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ അത് കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാകും. മാത്രമല്ല ബോർഡ് എക്സാമിനേഷന് വരെ ഈ ഭാഗങ്ങളാണ് എക്സാമിനേഷന് വന്നിരുന്നത് എന്നുള്ളത് കൂടി നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി മനസ്സിലാക്കാം. കാരണം ബോർഡ് എക്സാം ലെവലിൽ പഠിച്ചൊരു കുട്ടിക്ക് തന്നെ കൃത്യമായിട്ട് അത് ആൻസർ ചെയ്യാൻ പറ്റും. അത്രയും സിമ്പിൾ ലെവലുള്ള ഒരു ക്വസ്റ്റ്യനാണ് നീറ്റ് എക്സാമിനേഷന് വന്നത്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിൻ്റെ റിസൾട്ട് എക്സാമിനേഷനിൽ എന്തായാലും ഉണ്ടാകും എന്നാണ് ഞാൻ പറയുന്നത്. ആസ്പാർജസ് നിഗോ, സിട്രിക് ആസിഡ്,
acetobacter, acetic acid, Clostridium butylicum, butyric acid, lactobacillus, lactic acid. എങ്ങനെയാ മക്കളെ വരാ? Asparagus niger, citric acid. So A3 ആണ് വരാ acetobacter, acetic acid. B1 ആണ് വരാ Clostridium butylicum, butyric acid. 4 ആണ് വരുന്നത് lactobacillus, lactic acid. 2 ആണ് വരുന്നത്. Option is what? 4 ആണ് ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 179ാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 179. The question from the chapter Animal Kingdom. Again, examples വെച്ചുള്ള ക്വസ്റ്റ്യൻ. Which one of the following organisms bears hollow and pneumatic long bones? ആ pneumatic എന്ന വേർഡ് പോരെ നമുക്ക്. pneumatic എന്ന വേർഡ് പോരെ ബേർഡ്സിലേക്ക് പോവാൻ. pneumatic long bones. Long bones are hollow with air cavities. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു ടഫ്നെസ് ഇല്ല. ന്യൂമാറ്റിക് എന്ന വേർഡ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എൻട്രി ആണ് ബേർഡ്സിലേക്ക്. ഇനി ബേർഡ്സിന്റെ എക്സാമ്പിൾസ് ഏതാണ് എന്ന് നോക്കേണ്ടതുള്ളൂ. ഹെമിഡാക്ടിലസ്, അത് റെപ്റ്റൈൽസ് ആണടാ. മാക്രോപ്പസ്, കെങ്കാരു, മമേലിയയാണ്. ഓർണിത്തോറിങ്കസ് ഓർ പ്ലാറ്റിപ്പസ് ഒവിപാരസ് ആയ മാമലാണ്. ഓക്കെ, നിയോഫ്രോൺ, വൾച്ചർ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും 4 ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 181. Sphincter of OD is present at. Sphincter of OD is present at. The question from the chapter Digestion and Absorption, Digestive Glands. ഡൈജസ്റ്റീവ് ഗ്ലാൻഡിൽ നിങ്ങൾ ലിവർ പഠിക്കുന്ന ഭാഗത്ത്, ലിവറിൻ്റെ അവസാന ഭാഗത്ത് a common hepato pancreatic duct is open to duodenum which is guarded by sphincter of OD. Sphincter of OD. നേരത്തെ ഒരുപാട് സ്ഫിങ്ക്ടറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് നിങ്ങൾ. പൈലോറിക് സ്ഫിങ്ക്ടർ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരുപാട് സ്ഫിങ്ക്ടേഴ്സ് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ സ്ഫിങ്ക്ടർ ഓഫ് OD എന്നത് നല്ലൊരു വേർഡാണ്. ആ വേർഡ് നമ്മുടെ മൈൻഡിലൊക്കെ തന്നെ ക്ലാസ്സുകൾ എടുത്ത സമയത്ത് ഉണ്ടായിട്ടുണ്ടാകും. അതേ ഭാഗം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നത്. സ്ഫിങ്ക്ടർ ഓഫ് OD is present at the junction of hepatopancreatic duct and duodenum. That's why option 1. Okay, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 183. ക്വസ്റ്റ്യൻ നമ്പർ 183, 183ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following statements wrongly represents the nature of smooth muscle? Which of the following statements wrongly represents the nature of smooth muscles? Structural organization in animals എന്ന ചാപ്റ്ററിലും അതോടൊപ്പം തന്നെ നമ്മൾ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലും പഠിക്കുന്ന കോമൺ ഫാക്ടറാണ് മസിൽസ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി കൂടുതൽ കണക്ട് ചെയ്തിരിക്കുന്നത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന ചാപ്റ്ററിലേക്കാണ്. They are involuntary muscles. Yeah. Communication among the cells is performed by intercalated disc. No, intercalated disc is property of cardiac muscles. Simple question. കാർഡിയാക് മസിൽസിന്റെ പ്രോപ്പർട്ടിയാണ് ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ദീസ് മസിൽസ് ആർ പ്രസന്റ് ഇൻ ദി വാൾ ഓഫ് ബ്ലഡ് വെസൽസ്. യെസ്, ഇന്റർണൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണുന്നത്. ദീസ് മസിൽസ് ഹാവ് നോ സ്ട്രയേഷൻസ്. അത് നോൺ സ്ട്രിപ്റ്റഡ് മസിൽസ് ആണ്, നോൺ സ്ട്രയേറ്റഡ് മസിൽസ് ആണ്. ദാറ്റ്സ് വൈ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. ഓക്കെ, 184. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുമ്പോൾ ഈ ആൻസേഴ്സ് എല്ലാം തന്നെ ആയിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അർഹിക്കുന്ന ഒരു മാർക്കിലേക്ക് നിങ്ങൾ എത്തുമെന്ന് തന്നെ ആണ് നമ്മുടെ പ്രതീക്ഷ. 184ാമത്തെ ക്വസ്റ്റ്യൻ. Which one of the following is an example of hormone releasing IUD? Simple question from the chapter reproductive health. IUD നേരത്തെ ചോദിച്ചു. ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. അത് 3 ടൈപ്പ് ഉണ്ട്. നോൺ മെഡിക്കേറ്റഡ് ഉണ്ട്, ലിപ്പസ് ലൂപ്പ്, കോപ്പർ റിലീസിംഗ് ഉണ്ട്, CUT, CU7, മൾട്ടി ലോഡ് 375, ഹോർമോൺ റിലീസിംഗ് ഉണ്ട്, LNG20 ആൻഡ് പ്രൊജസ്റ്റസേർട്ട്. അപ്പോൾ 1 അല്ല മക്കൾ അതിൻ്റെ ആൻസർ വരുന്നത്. 1 അല്ലേ അതിൻ്റെ ആൻസർ വരാം. സോ 184 1. Okay, then 185, question number 185. If adenine makes 30% of the DNA molecule, what will be the percentage of thymine, guanine and cytosine in it?
എല്ലാ പ്രാവശ്യവും ഞാൻ നിങ്ങളടുത്ത് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ എന്തായാലും NCERTക്ക് ബാക്കിലുള്ള ഓരോ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എക്സസൈസ് ഒന്ന് വർക്കൗട്ട് ചെയ്യണം. ആ വർക്കൗട്ട് ചെയ്തതിൻ്റെ സൊല്യൂഷനിലൂടെ നിങ്ങളൊന്ന് കടന്നു പോകണം. അതൊരുപാട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും നിങ്ങളുടെ നീറ്റ് എക്സാമിനേഷന് എന്നുള്ളത്. ആ ഭാഗത്ത് നിന്നല്ലേ ആ ക്വസ്റ്റ്യൻ വന്നത്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ നിന്ന് എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചത്. അഡിനൈൻ 30% ആണെങ്കിൽ അഡിനിൻ തൈമിനുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടും കൂടിച്ചേർന്നു എന്ന് നമ്മൾ പഠിച്ചു. One purine is always pairs with the one pyrimidine. Adenine always pairs with the thymine by 2 hydrogen bonds, whereas guanine always pairs with the cytosine by 3 hydrogen bonds. Okay, അപ്പോൾ അഡിനൈൻ 30% ആണെന്ന് പറഞ്ഞത്. സോ ഡെഫിനറ്റ്ലി തൈമിൻ ഷുഡ് ബി 30%, ഗ്വാനിൻ 20%, സൈറ്റോസിൻ 20%. കാരണം ബാക്കി 40% ഉണ്ടാവുക. 30 + 30 60, ബാക്കി 40 ഉണ്ടാവുക. 20 20 അങ്ങനെ ഡിവൈഡ് ചെയ്യാണ് ഉണ്ടാവുക. സോ ദാറ്റ്സ് വൈ ആൻസർ ഈസ് വാട്ട് 2 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് സെക്ഷൻ ബിയിലേക്ക് കിടക്കാം. സെക്ഷൻ ബിയിൽ 186 സ്റ്റേറ്റ്മെന്റ് 1. The codon AUG codes for methionine and phenylalanine. Phenylalanine ഉണ്ടോ? ഇല്ലല്ലോ. അത് യു അല്ലേ? ഇത് AUG അല്ലേ ചോദിച്ചത്. AUG കോഡ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ആരെയാണ്? മെഥിയോണിനെയാണ്. സ്റ്റേറ്റ്മെന്റ് 2, AAA and AAG both codons code for the amino acid lysine. കറക്റ്റാണ്. ജനറ്റിക് കോഡിൻ്റെ ആ ബോക്സ് നിങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് അത് ആൻസർ ചെയ്യാം. ഇല്ല എങ്കിൽ ഇനി നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജനറ്റിക് കോഡിൻ്റെ ബോക്സ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ബോർഡ് എക്സാം ലെവൽ ഒരു പക്ഷേ നിങ്ങൾ ആ ബോക്സ് അത്ര ഹൈ ലെവലിൽ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ എൻട്രൻസ് എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് 2 സൂചിപ്പിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ് കറക്റ്റ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ. 3 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. Which of these is not an important component of initiation of parturition in humans? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. NCERTയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് കണക്ട് ചെയ്തിട്ട് ആലോചിക്കേണ്ട, അല്ലെങ്കിൽ ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അതെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അവിടെ സിന്തസിസ് ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയുന്നൊരു സംഗതി ഒരു പക്ഷേ നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും ആ എക്സാം ഹാളിൽ. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ. സിന്തസിസ് ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡിൻ, റിലീസ് ഓഫ് ഓക്സിറ്റോസിൻ, റിലീസ് ഓഫ് പ്രൊലാക്റ്റിൻ, increase in estrogen and progesterone ratio. ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം പാർട്ടൂറിഷന് ശേഷം പിന്നീട് പറയുന്ന ഭാഗം ലാക്ടേഷൻ ആണ്. NCERT പ്രൊഡക്ഷൻ ആൻഡ് റിലീസ് ഓഫ് മിൽക്ക് ആണ്. കെമിക്കൽ കോർഡിനേഷൻ ആണ് ഇൻ്റഗ്രേഷനിൽ നിങ്ങൾ പ്രൊലാക്റ്റിനെ കുറിച്ച് പഠിച്ചു, PRLനെ കുറിച്ച് പഠിച്ചു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ അഡിനോ ഹൈപ്പോഫൈസിസ്, അതിൻ്റെ പാർട്സ് ഡിസ്റ്റാലിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് PRL. അത് ഫോർമേഷൻ ഓഫ് മിൽക്കാണ്. ഓക്കെ, ഫോർമേഷൻ ഓഫ് മിൽക്ക് മാമറി ഗ്ലാൻഡിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ട് മിൽക്കിൻ്റെ ഫോർമേഷനിലാണ് അത് കൃത്യമായിട്ട് വരുന്നത് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പ്രൊലാക്റ്റിൻ വരുന്നത് മിൽക്കിൻ്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഓക്കെ, ദെൻ ഓക്സിറ്റോസിൻ എന്തായാലും നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാകും. ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നതും അതിന് കാരണമായിട്ട് മാറുന്നുണ്ട്. പിന്നീട് നിങ്ങൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവുക പ്രോസ്റ്റാഗ്ലാൻഡിൻസിലാവും. അത് NCERTയിൽ വരാത്തൊരു കൺസെപ്റ്റാണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻസും സ്വാഭാവികമായിട്ടും ആ പ്രോട്ടീൻസും അതും കൃത്യമായിട്ട് ഈ യൂട്രസിൻ്റെ കോൺട്രാക്ഷന് കൃത്യമായിട്ട് സഹായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് അതിൻ്റെ ആൻസർ റിലീസ് ഓഫ് പ്രൊലാക്റ്റിൻ ആണ്. ഓക്കെ, 187 3 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ 188ാമത്തെ ക്വസ്റ്റ്യൻ. 188 ഡ്യൂറിംഗ് മസ്കുലാർ കോൺട്രാക്ഷൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇവൻറ്റ്സ് occur? Which of the following events occur during muscle contraction? The question from the chapter locomotion and movement. നോക്കൂ, ഹ്യൂമൻ ഫിസിയോളജിക്ക് അത്യാവശ്യം വെയിറ്റേജ് കൊടുത്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. പൊതുവേ ഹ്യൂമൻ ഫിസിയോളജിയിലെ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുക. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ നിന്ന്, അതുപോലെ തന്നെ ബ്രീത്തിങ്ങിൽ നിന്ന്, ബോഡി ഫ്ലൂയിഡ്സിൽ നിന്ന്, ദെൻ ലോക്കോമോഷനെല്ലാം തന്നെ 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മസിൽ കോൺട്രാക്ഷനിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇവൻറ്റ്സ് occur? HZone disappears. HZone disappears മസിൽ കോൺട്രാക്ഷൻ ആണ്.
മസിൽ കോൺട്രാക്ഷൻ ആണ്, റെസ്റ്റിംഗ് സ്റ്റേറ്റിലാണ് എച്ച് സോൺ അപ്പിയർ ആവുക, അത് കോൺട്രാക്റ്ററിൽ അത് ഡിസപ്പിയർ ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് NCERT പറഞ്ഞിട്ടുണ്ട്. എ ബാൻഡ് വൈഡൻസ്, എ ബാൻഡ് വൈഡ് ആവുമോ മക്കളെ? എ ബാൻഡ് അനൈസോട്രോപിക് ബാൻഡ് വൈഡ് ആവുന്നുണ്ടോ, അതോ റിമൈൻസ് ഇറ്റ്സ് ലെങ്ത് ഓർ ഇറ്റ് ഫിക്സഡ് ഇൻ ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്? ഇതിലേതാണ് NCERT പറഞ്ഞത്? അതൊന്ന് നോക്കും നിങ്ങൾ. ഐ ബാൻഡ് റെഡ്യൂസസ് ഇൻ വിഡ്ത്ത്, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? NCERT പറഞ്ഞിട്ടുണ്ട്. ആ മസിൽ കോൺട്രാക്ഷൻ്റെ ഭാഗത്ത് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് NCERT കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഐ ബാൻഡ് ഗെറ്റ് റെഡ്യൂസ്ഡ് വെറസ് എ ബാൻഡ് റീറ്റെയിൻസ് ഇറ്റ്സ് ലെങ്ത് എന്നുള്ളത്. അതുപോലെ തന്നെ മയോസിൻ ഹൈഡ്രോലൈസസ് ATP റിലീസിംഗ് ദ ADP ആൻഡ് PI. മയോസിൻ ഹൈഡ്രോലൈസ് ATP ബ്രേക്ക് ചെയ്യുന്നു. മയോസിനിലാണ് ATP ബൈൻഡിങ് സൈറ്റ് ഉണ്ടാവുക. ആ ATP ബ്രേക്ക് ചെയ്യും, അത് ADP പ്ലസ് PI പ്ലസ് എനർജി ഉണ്ടാകും. ആ എനർജി വെച്ചിട്ടാണ് ക്രോസ് ബ്രിഡ്ജിന്റെ ഫോർമേഷൻ നടക്കുന്നത്. ആ എനർജി വെച്ചിട്ടാണ് ആ ക്രോസ് ബ്രിഡ്ജിൽ നിന്നുള്ള ഡിറ്റാച്ച്മെന്റും എന്ത് ചെയ്യണത് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. Z ലൈൻ അറ്റാച്ച്ഡ് ടു ദി ആക്റ്റിൻസ് ആർ പുൾഡ് ഇൻവാർഡ്സ്. Z ലൈൻ അറ്റാച്ച്ഡ് ടു ദി ആക്റ്റിൻസ് ആർ pulled inwards. അതും NCERT കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം. സോ ദാറ്റ്സ് വൈ ഓപ്ഷൻ 4 ആണ് അവിടെ കൃത്യമായിട്ട് വരുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 190, ദ ക്വസ്റ്റ്യൻ ഫ്രം ദ ചാപ്റ്റർ ബയോമോളിക്യൂൾ നിന്നുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 190. ഫോളോയിങ് ആർ ദ സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെഫറൻസ് ടു ലിപ്പിഡ്സ് having only single bonds are called unsaturated fatty acids. സിംഗിൾ ബോണ്ട്, കാർബൺ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. കാർബൺ ഡബിൾ ബോണ്ട് ആണെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആയിട്ടാണല്ലോ ഒലീയിക് ആസിഡ്, ലിനോളിക് ആസിഡ്, ലിനോലിനിക് ആസിഡ്സ് ഒക്കെ വരുന്നത്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിലാണല്ലോ ബാക്കിയുള്ള NCERT പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം തന്നെ വരുന്നത്. സോ ലിപ്പിഡ്സ് ഹാവിംഗ് ഓൺലി സിംഗിൾ ബോണ്ട് ആർ കോൾഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ലെസിത്തിൻ ഈസ് എ ഫോസ്ഫോലിപ്പിഡ്. ലെസിത്തിന് ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ ആണ്. ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ അവിടെ അറ്റാച്ച് ചെയ്ത ആ നൈട്രജൻ കണ്ടെയ്നിങ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കൊളൈൻ ഗ്രൂപ്പാണ്. അത് ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ ആണ്, ഫോസ്ഫോ ഗ്ലിസറൈഡ് ആണ്, ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ ആണ്, ഫോസ്ഫോലിപ്പിഡ് ആണ്. ബി കറക്റ്റ് ആണ്. ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ ഇസ് ഗ്ലിസറോൾ ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ ആണ്. CH2OH ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ ആണ്. പാൽമിറ്റിക് ആസിഡ് ആസ് 20 കാർബൺ ആറ്റം. നോക്കൂ, NCERT പേജ് നമ്പർ 144. പാൽമിറ്റിക് ആസിഡ് ഉണ്ട്, 20 കാർബൺ ആറ്റം ആണോ? 16 കാർബൺ ആറ്റം അല്ലേ, ഇൻക്ലൂഡിംഗ് ദി കാർബോക്സിൽ കാർബൺ. അരാക്കിഡോണിക് ആസിഡ് ആസ് 16 കാർബൺ ആറ്റം. തിരിച്ചല്ലേ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്? സോ B and C അല്ലേ മക്കളെ അവിടെ കറക്റ്റ് ആവാ. സോ ദാറ്റ്സ് വൈ 2, ഓപ്ഷൻ 2 ആണ് വരുന്നത്. 191. ഓക്കെ, നോക്കാം നമുക്ക്. 191. ഫോളോയിങ് ആർ ദ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് പ്രൊസ്റ്റോമിയം ഓഫ് എർത്ത് വേം. ഓക്കെ, പ്രൊസ്റ്റോമിയം ഓഫ് എർത്ത് വേമിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻ, സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ. നിങ്ങൾ ആ ഭാഗം കൂടി ഫോക്കസ് ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല അത് വന്നത് സെക്ഷൻ ബിയുടെ പാർട്ടായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ വല്ലാതെ നിങ്ങളുടെ എക്സാമിനേഷനെ അത് ബാധിച്ചിട്ടുണ്ടാവില്ല എന്നും പ്രതീക്ഷിക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന അർത്ഥത്തിലാണ് 191 വന്നിരിക്കുന്നത്. ഫോളോയിങ് ആർ ദ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് പ്രോസ്റ്റോമിയം ഓഫ് എർത്ത് വേം. പെരിസ്റ്റോമിയം അല്ല, പ്രോസ്റ്റോമിയമാണ് ചോദിച്ചത്. ഇറ്റ് സെർവ് ആസ് എ കവറിംഗ് ഫോർ മൗത്ത്. യെസ്, it helps to open cracks in the soil into which it can crawl. ആ ലൈൻ അതുപോലെ ഉണ്ട് NCERT-ൽ. നിങ്ങൾ ആ എർത്ത് വേമിൻ്റെ സെക്കൻഡ് പാരഗ്രാഫ് മോർഫോളജിയുടെ ആ പേജിന് അവസാന ലൈനുകൾ വായിച്ചാൽ കൃത്യമായിട്ടത് മനസ്സിലാക്കി വെക്കാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ സെൻസറി സ്ട്രക്ചേഴ്സ്. യെസ്, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ബോഡി സെഗ്മെന്റ്. ഫസ്റ്റ് ബോഡി സെഗ്മെന്റ് ആരാ? പെരിസ്റ്റോമിയമാണ്. പെരിസ്റ്റോമിയമാണ് ഫസ്റ്റ് സെഗ്മെന്റ്. പെരിസ്റ്റോമിയമാണ് ബക്കൽ സെഗ്മെന്റ്. അതിലാണ് മൗത്ത് ഉള്ളത്. അതിൽ കാണുന്ന ലോബാണ് ആര്? പ്രോസ്റ്റോമിയം എന്ന് പറയുന്നത്. സോ ABC ആർ കറക്റ്റ്. 4 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 194ലേക്ക് നമുക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 194. ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 മാച്ച്. ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1-ൽ ഫിലേറിയാസിസ്, അമീബോയാസിസ്, ന്യൂമോണിയ, റിംഗ്വാമ. ലിസ്റ്റ് 2-ൽ ഹിമോഫിലസ് ഇൻഫ്ലുവൻസെ, ട്രൈക്കോഫൈറ്റോൺ, ഉജറേറിയ ബാൻക്രോഫ്റ്റി, എൻറ്റമീബ ഇസ്റ്റോളിറ്റിക്ക. ഫിലേറിയാസിസ് ഓർ എലഫന്റിയാസിസ്, ഉജറേറിയ
ബാൻക്രാഫ്റ്റി ആൻഡ് മലൈ ആണ് വരുന്നത്. A3 ആണ് മക്കളെ, A3 ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. ബി അമീബോയാസിസ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, ഹൗസ് ഫ്ലൈസ് ആക്ട് ആസ് ദ മെക്കാനിക്കൽ കാരിയർ. ഓക്കെ, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ന്യൂമോണിയ ഹിമോഫിലസ് ഇൻഫ്ലുവൻസെ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ഹിമോഫിലസ് ഇൻഫ്ലുവൻസെ. 1 ആണ് ആൻസർ വരുന്നത്. റിംഗ്വോം, മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റോൺ, എപ്പിഡെർമോഫൈറ്റോൺ. സോ ഡിയുടെ ആൻസർ ആയിട്ട് വരുന്നത് 2 ആണ്. ബോർഡ് എക്സാം ലെവലിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ആ ക്വസ്റ്റിനെ കാണാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും അതിന് ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1 ആണ്. ഓക്കെ, 195ലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 195. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 സ്കാപ്പുല, ക്രേനിയം, സ്റ്റേർണം, വെർട്ടിബ്രൽ കോളം. ലിസ്റ്റ് 2 കാർട്ടിലേജിനസ് ജോയിൻറ്റ്സ്, ഫ്ലാറ്റ് ബോൺ, ഫൈബ്രസ് ജോയിൻറ്റ്സ്, ട്രയാങ്കുലാർ ഫ്ലാറ്റ് ബോൺ. Again the question from the chapter locomotion and movements. എനിക്ക് തോന്നുന്നു 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫിസിയോളജി എന്ന് ചോദിക്കുന്നത്. അതെല്ലാം തന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും. കാരണം നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഹ്യൂമൻ ഫിസിയോളജി ആയിരിക്കും. അതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻ വരാനാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. ആ അർത്ഥത്തിലുള്ള നീറ്റ് തന്നെയായിരുന്നു ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, സ്കാപ്പുല പെക്ടോറൽ ഗേർഡിലിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചു. സ്കാപ്പുല ലാർജ് ട്രയാങ്കുലാർ ബോൺ ബിറ്റ്വീൻ 2nd and 7th റിബ്സ്. ഓക്കെ, അതിൻ്റെ എലിവേറ്റഡ് റിഡ്ജിനെയും അതിൻ്റെ പ്രോസസ്സിനെയും എക്രോമിയോണെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ എ എന്നത് നമുക്ക് ഇവിടെ കൊടുക്കാം. സ്കാപ്പുല ട്രയാങ്കുലാർ ബോൺ A4 ആണ് വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്തത് ക്രേനിയവുമായിട്ട് ബന്ധപ്പെട്ട് ഫൈബ്രസ് ജോയിൻ്റ് ആണ്. ഫൈബ്രസ് ജോയിൻറ്റ്, കാർട്ടിലേജിനസ് ജോയിൻറ്റ്, സൈനോവിയൽ ജോയിൻറ്റ്. അതുകൊണ്ട് ക്രേനിയവുമായിട്ട് ബന്ധപ്പെട്ട ജോയിൻറ്റ്സ് ഏതാണ്? ഫൈബ്രസ് ജോയിൻ്റ് ആണ്. സോ ദാറ്റ്സ് വൈ B3 ആണ് വരുന്നത് കേട്ടോ. B3 ആണ് വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ സ്റ്റേർണം എന്ന് പറയുമ്പോൾ സ്റ്റേർണം എന്താണ് മക്കളെ? ഫ്ലാറ്റ് ബോൺ ആണ്, സിംഗിൾ ഫ്ലാറ്റ് ബോൺ ആണ്. നമുക്ക് 2 കൊടുക്കാം. സിംഗിൾ ഫ്ലാറ്റ് ബോൺ ആണ്. ബ്രസ്റ്റ് ബോൺ. ഓക്കെ, റിബ്സ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ട് കാണുന്ന ഭാഗമെന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ വെർട്ടിബ്രൽ കോളം കാർട്ടിലേജിനസ് ജോയിൻറ്റ്സ് ആണ്. വെർട്ടിബ്രൽ കോളം ജോയിൻറ്റ്സ് ബിറ്റ്വീൻ അഡ്ജസ്റ്റന്റ് വെർട്ടിബ്രെ കാർട്ടിലേജിനസ് ജോയിൻറ്റ്സ് ആണ്. സോ ഡിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 1 ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. സോ A4, ദെൻ A4, ദെൻ B3 ആണ് വരുന്നത്, C2 ആണ് വരുന്നത്, D1 ആണ് വരുന്നത്. ആൻസർ 3 ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. 196. ഓക്കെ, നമ്മുടെ മെറ്റീരിയൽ ഡിസ്കഷൻ ഏകദേശം അവസാനിക്കാൻ പോവുകയാണ്. 196 മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങൾക്ക് മെറ്റീരിയലിൽ കാണാം. ഡയഗ്രത്തെ മാറ്റി നിർത്തിയിട്ട് മാച്ച് ദ ഫോളോയിങ്ങിനെയാണ് നീറ്റ് 2021 കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം. ലിസ്റ്റ് 1 അഡാപ്റ്റീവ് റേഡിയേഷൻ, കൺവേർജന്റ് എവല്യൂഷൻ, ഡൈവേർജന്റ് എവല്യൂഷൻ, എവല്യൂഷൻ ബൈ ആന്ത്രോപോജനിക് ആക്ഷൻ ഒരു ഭാഗത്തും, സെലക്ഷൻ ഓഫ് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് ഹെർബിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, ബോൺസ് ഓഫ് ഫോർലിംബ് ഇൻ മാൻ ആൻഡ് വെയിൽ, വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ്, ഡാർവിൻ ഫിഞ്ചസ് മറ്റൊരു ഭാഗത്തും. നോക്കൂ, എവല്യൂഷനിലെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല അത്. നിങ്ങളെല്ലാം കേട്ട് പരിചയമായിട്ടുള്ള വേർഡുകൾ. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ഡാർവിൻ ഫിഞ്ചസ് ആണ്. സോ A4 കൊടുക്കുന്നു. ഇനി കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളത് അനാലോഗസ് ഓർഗൻസിന്റെ ഭാഗമായിട്ടാണ് പഠിക്കുന്നത്. അനാലോഗസ് ഓർഗൻസിന് എക്സാമ്പിൾ ആയിട്ട് അവിടെ ഉള്ളത് വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് 3 എന്ത് ചെയ്യാം? കൊടുക്കാം. ദെൻ ഡൈവേർജന്റ് എവല്യൂഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഹോമലോഗസ് ഓർഗൻസിനെ പഠിക്കാം. ഹോമലോഗസ് ഓർഗൻസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ബോൺസ് ഓഫ് ഫോർലിംബ് ഇൻ മാൻ ആൻഡ് വെയിൽ പഠിക്കാം. 2 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ദെൻ എവല്യൂഷൻ ബൈ ആന്ത്രോപോജനിക് ആക്ഷൻ, ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഓക്കെ, ഹ്യൂമൻ ആക്ടിവിറ്റീസിനാൽ ഉണ്ടാകുന്ന എവല്യൂഷൻ. അതിന് എക്സാമ്പിൾസ് ആയിട്ട് ഇൻഡസ്ട്രിയൽ മെലാനിസം പറയുന്നുണ്ട്, എക്സസ് യൂസ് ഓഫ് ഹെർബിസൈഡ്സ് പറയുന്നുണ്ട്, എക്സസ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് പറയുന്നുണ്ട്, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഡെവലപ്ഡ് ഇൻ ബാക്ടീരിയ ഡ്യൂ ടു എക്സസ് യൂസ് ഓഫ് ഇറ്റ്. So that's why 1, selection of resistant varieties due to excess use of herbicides and pesticides 1 ആണ്. So A4, B3, C2, D1, answer is 4. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 197.
which of the following secrete the hormone relaxin during the later phase of pregnancy? Ovary is able to stimulate the hormone relaxin. അല്ലേ, അങ്ങനെയല്ലേ NCERT പറഞ്ഞത്? നമ്മുടെ ആ പ്ലാസന്റയുടെ ഭാഗമെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം NCERT കൃത്യമായിട്ട് പറയുന്നത് in the later phase of pregnancy ovary is able to stimulate a hormone called relaxin എന്നുള്ളതാണ്. ഓപ്ഷനിൽ ഓവറിയെ കാണാനില്ല. കോർപ്പസ് ലൂട്ടിയം ഉണ്ട്, ഫീറ്റസ് ഉണ്ട്, യൂട്രസ് ഉണ്ട്, ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ട്. ഓവറിയുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാളുകൾ അവിടെയുണ്ട്, കോർപ്പസ് ലൂട്ടിയവും ഗ്രാഫിയൻ ഫോളിക്കിളും. നന്നായിട്ട് നമ്മൾ റെഫർ ചെയ്താൽ കൃത്യമായിട്ട് ആൻസർ കിട്ടും. കോർപ്പസ് ലൂട്ടിയമാണ് അതിൻ്റെ ആൻസർ. സോ 197 1 ആണ് അതിൻ്റെ ആൻസർ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. 198 assertion reason type question. A person goes to high altitude and experiences altitude sickness with the symptoms like breathing difficulty and heart palpitations. Okay, this question NCERT വിട്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റാണത്. കൃത്യമായിട്ട് നിങ്ങൾ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രോബ്ലത്തെക്കുറിച്ച്, മൗണ്ടെയിൻ സിക്നെസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ എ പേഴ്സൺ ഗോസ് ടു ഹൈ ആൾട്ടിറ്റ്യൂഡ് ആൻഡ് എക്സ്പീരിയൻസസ് ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് വിത്ത് സിംറ്റംസ് ലൈക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആൻഡ് ഹാർട്ട് പാൽപിറ്റേഷൻസ്. റീസൺ ആയിട്ട് പറയുന്നത് ഡ്യൂ ടു ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ദ ബോഡി ഡസ് നോട്ട് ഗെറ്റ് sufficient oxygen. Okay, both assertion and reason are true and reason is the correct explanation of A. കാരണം സ്വാഭാവികമായിട്ടും ഓക്സിജന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ, ഓക്സിജൻ PO2 കുറഞ്ഞതുകൊണ്ട് ഓക്സിജന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ബോഡി എന്ത് ചെയ്യുന്നു? ബോഡി അതിൻ്റെതായ സിംറ്റംസ് എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു. അതിന് എക്സസ് ലെവലിലാണ് സ്കിൻ ആൻഡ് ഐസ് ടേൺ ബ്ലൂയിഷ് കളറൊക്കെ ഉണ്ടാവുക. ഓക്സിജൻ്റെ അളവ് നന്നായിട്ട് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ബോഡിയിൽ അതിൻ്റെതായ ക്ഷീണങ്ങളും ബുദ്ധിമുട്ടൊക്കെ തന്നെ ബോഡി കാണിക്കുന്നു. അപ്പോൾ തന്നെ RBCന്റെ കൗണ്ട് വഴി ബോഡി അതിനെന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. ഹീമോഗ്ലോബിൻ്റെ കൗണ്ടും RBCന്റെ കൗണ്ട് എല്ലാം തന്നെ ആക്സിലറേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവിടെയുള്ള ഓക്സിജനെ മാക്സിമം അബ്സോർബ് ചെയ്തുകൊണ്ട് ബോഡി എന്ത് ചെയ്യുന്നു? സാച്ചുറേഷനിലേക്ക് എത്തുന്നു. ബോട്ടണിലും ഈ കൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അപ്പോൾ ആൻസർ 4 ആണ് കേട്ടോ. 199ലേക്ക് നമുക്ക് വരാം. 199 which one of the following statements about histone is wrong from the chapter molecular basis of inheritance, packaging of DNA, double helix, packaging of DNA in eukaryote? Negatively charged DNA binds with the positively charged histone octamer to form a structure called a nucleosome. Each nucleosome consists of 200 അതിൻ്റെ സൈസും അതിൻ്റെ ബേസ് സ്പേസ് എല്ലാം തന്നെ കൃത്യമായിട്ട് NCERT പറയുന്നുണ്ട്. അത് ഹിസ്റ്റോണായിട്ട് മാറുന്നത്, അത് ക്രൊമാറ്റിനായിട്ട് മാറുന്നത്, ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ആയിട്ട് മാറുന്നത്, അതെല്ലാം തന്നെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഫൈനലി ക്രോമസോമിൻ്റെ അകത്ത് DNA പാക്ക് ചെയ്യണത്. pH of histone is slightly acidic. Negatively charged DNA binds with the positively charged proteins. DNAക്ക് പോസിറ്റീവ് ചാർജ് കിട്ടണമെന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ ബേസിക് അമിനോ ആസിഡ്സ് ഉണ്ടാവണം. ഓക്കെ, ഡൈ അമിനോ മോണോകാർബോക്സിലിക് ആസിഡ്സ് ഉണ്ടാവണം. ആർജിനിൻ ആൻഡ് ലൈസിൻസ് ഉണ്ടാവണം. ഹിസ്റ്റോൺസ് ആർ റിച്ച് ഇൻ അമിനോ ആസിഡ്സ് ലൈസിൻ ആൻഡ് ആർജിനിൻ. ഹിസ്റ്റോൺ ക്യാരി പോസിറ്റീവ് ചാർജ് ഇൻ ദി സൈഡ് ചെയിൻ. യെസ്, ഹിസ്റ്റോൺസ് ആർ ഓർഗനൈസ്ഡ് ടു ഫോം എ യൂണിറ്റ് ഓഫ് 8 molecules, H2A, H2B, H3, H4, അങ്ങനെ 8 മോളിക്യൂൾ ആയിട്ടാണ് ഹിസ്റ്റോൺസ് വരുന്നത്. സോ ദ ആൻസർ ഈസ് വാട്ട്? റോങ് അല്ലേ ചോദിച്ചത്? pH of histone is slightly acidic. 1 ആണ് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ വേർഷൻ N5. Identify the type of cell junctions that help to stop the leakage of substances across a tissue. ആ വേർഡ് തന്നെ മതി. Stop the leakage of substances across a tissue. Tight junction. പിന്നീട് എന്താ പറഞ്ഞത്? ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് നൈബറിംഗ് സെൽസ് വയാ റാപ്പിഡ് ട്രാൻസ്ഫർ ഓഫ് അയോൺസ് ആൻഡ് മോളിക്യൂൾസ്. ഗ്യാപ് ജംഗ്ഷൻ, അദറിംഗ് ജംഗ്ഷൻ അല്ല. അങ്ങനെയാണെങ്കിൽ സിമെന്റിംഗ് സിസ്റ്റം ടു കീപ് നെയ്ബറിംഗ് സെൽസ് ടുഗദർ എന്നല്ലേ പറയേണ്ടത്. സോ ദാറ്റ്സ് വൈ ടൈറ്റ് ജംഗ്ഷൻ ആൻഡ് ഗ്യാപ് ജംഗ്ഷൻ റെസ്പെക്റ്റീവ്ലി ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, അദറിംഗ് ജംഗ്ഷൻ്റെ ഓപ്ഷൻ ഞാൻ എടുക്കുന്നേ ഇല്ല, അതുകൊണ്ട് മറ്റു ഓപ്ഷൻസ് ഒന്നും പരിഗണിക്കുന്നില്ല. ഓപ്ഷൻ 1 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇതാണ് മക്കളെ നീറ്റ് 2021 സുവോളജിൻ്റെ ഡിസ്കഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഈ എല്ലാ ക്വസ്റ്റ്യൻസും
കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിലയിരുത്തുന്നു. നിങ്ങൾക്ക് അർഹമായ റിസൾട്ട് കിട്ടട്ടെ. ഈ എക്സാം നിങ്ങളുടെ മെഡിക്കൽ പ്രവേശനത്തിന് എല്ലാവിധ ഗുണങ്ങളും ചെയ്യുന്ന രീതിയിലാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ടീം ഹാർവസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനിയുള്ള നിങ്ങളുടെ എല്ലാ ഫ്യൂച്ചർ സ്റ്റഡീസിലെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഹാർവസ്റ്റിൻ്റെ എല്ലാ ഡയറക്ടേഴ്സും എല്ലാ ഫാക്കൽറ്റീസും നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.